ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണ്. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് ഇവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാൽ കുണ്ടിക്കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ പറ്റൂ. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്ന കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തർ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ വെക്കുണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊലിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണല്, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് 3 ആളും ഒരു PMK ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ. ഇതൊന്നും മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ട് ഇരിക്കണം. അറിയോ, എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണേ.